ായ രാഷ്ട്രീയ, സാമൂഹ്യ, സാംസ്കാരിക മേഖലകളിൽ നിരവധി പേർ ഇവിടേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. മലയാള സിനിമയുടെ ഒരു വലിയ പരിച്ഛേദം തന്നെ ഇവിടേക്ക് അന്തിമോപചാരം അർപ്പിക്കാൻ എത്തുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അതോടൊപ്പം തന്നെയാണ് സാമൂഹ്യ സാംസ്കാരിക മേഖലയിലുള്ളവർ തന്നെയും. കാരണം അദ്ദേഹം ആ രീതിയിൽ തന്നെ എല്ലാവരുമായിട്ട് വളരെ അടുത്ത ബന്ധം പുലർത്തിയിരുന്നു. രാഷ്ട്രീയമായും സാമൂഹികമായും ഒരുപക്ഷെ തന്റെ അഭിപ്രായങ്ങൾ, കാര്യങ്ങളും എല്ലാം തന്നെ തുറന്ന് പറയുമ്പോൾ പോലും വിയോജിപ്പുകൾക്കിടയിലെ ഒരു യോജിപ്പ്, അങ്ങനെ ഒരു നിര സൃഷ്ടിക്കാൻ എന്നും ശ്രീനിവാസന് കഴിഞ്ഞിട്ടുണ്ട് എന്ന് തന്നെയാണ് അദ്ദേഹത്തെ മലയാളം അടയാളപ്പെടുത്തുമ്പോൾ എടുത്തു കാണിക്കേണ്ടതും അത് തന്നെയാണ്. കാരണം ആ രീതിയിൽ ഒട്ടേറെ വിഷയങ്ങളെ സമീപിക്കുമ്പോൾ മുഖ്യമന്ത്രി ഇന്ന് അനുസ്മരണ സന്ദേശത്തിൽ അദ്ദേഹം പറയുകയായിരുന്നു, അദ്ദേഹം ചുറ്റുപാടുകളെ, തനിക്ക് ചുറ്റുപാടുമുള്ള സാമൂഹിക സാഹചര്യങ്ങളെ, രാഷ്ട്രീയ സാഹചര്യങ്ങളെ അദ്ദേഹത്തിൻ്റെതായ ഒരു കാഴ്ചപ്പാടിൽ അവതരിപ്പിക്കാൻ ശ്രീനിവാസന് കഴിഞ്ഞിട്ടുണ്ട്. അത് തന്നെയാണ് അദ്ദേഹത്തെ വേറിട്ട് നിർത്തുന്നതും. എൻ്റെ വ്യക്തിപരമായ ഒരു വിയോഗമാണ്, നഷ്ടമാണ് എന്നെല്ലാം തന്നെ മുഖ്യമന്ത്രി അടക്കം അത് വിശേഷിപ്പിക്കുന്നു. നമുക്കറിയാം, പലപ്പോഴും രാഷ്ട്രീയപരമായി അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ എല്ലാം തന്നെ ഒരു മടിയുമില്ലാതെ തന്റെ ഹാസ്യത്തിലൂടെ സറ്റൈറിക്കലായിട്ട് തന്നെ ആക്രമിക്കുക കൂടി അദ്ദേഹം ചെയ്തിരുന്നു. പക്ഷെ അപ്പോഴും ഈ വിയോജിപ്പുകൾക്കിടയിലും ആ യോജിപ്പിന്റെ ഒരു കണ്ണികൾ അത് തന്നെയാണ് അദ്ദേഹത്തിന്റെ വിയോഗത്തിലും നമ്മൾ കാണുന്നത്. ആ ഒരു ഇഴയടുപ്പം തന്നെയാണ് വ്യക്തമാകുന്നത്. അതുകൊണ്ട് തന്നെയാണ് മുഖ്യമന്ത്രി ഇപ്പോൾ അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കാൻ കൊച്ചിയിൽ തുടരുന്നതും അല്പസമയത്തിനകം തന്നെ ഇവിടേക്ക് എത്തിച്ചേരുമെന്ന് അറിയിച്ചിരിക്കുന്നതും. ഇപ്പോൾ ശ്രീനിവാസന്റെ ഭൗതിക ശരീരം ഇവിടെ ടൗൺ ഹാളിലെ ഈ വേദിയിലേക്ക് ഇപ്പോൾ അദ്ദേഹത്തിന്റെ അടുത്ത സഹപ്രവർത്തകരടക്കം ഇവിടേക്ക് എത്തിക്കുകയാണ്. ഇനി തുടർന്ന് ഇവിടെ അന്തിമോപചാരം അർപ്പിക്കുന്നതിന് വേണ്ടി ഇവിടേക്ക് പൊതുജനങ്ങൾക്കടക്കം ഇവിടേക്ക് കടന്നു വരുന്നതിന് വേണ്ടിയുള്ള ഒരവസ്ഥയും സാഹചര്യവും എല്ലാം തന്നെ സൃഷ്ടിക്കപ്പെടുന്നു. ഓരോരുത്തരായി ഇവിടേക്ക് കടന്നു വരാനുള്ള ഒരു ക്രമീകരണങ്ങളും വൈകാതെ ഉണ്ടാകും. ഏതായാലും മലയാള സിനിമയ്ക്ക് ആരായിരുന്നു ശ്രീനിവാസൻ എന്നതിന് അപ്പുറം മലയാളത്തിന് ആരായിരുന്നു ഒരു സിനിമാ പ്രവർത്തകൻ എന്നതിനപ്പുറം ശ്രീനിവാസൻ ആരായിരുന്നു എന്ന് അടയാളപ്പെടുത്തുകയാണ് ഈ നിമിഷങ്ങളെല്ലാം തന്നെ. വലിയ രീതിയിൽ തന്നെ ഇവിടേക്ക് അന്തിമോപചാരം അർപ്പിക്കുവാനായിട്ട് ആളുകൾ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അതിനുള്ളൊരു അവസാനവട്ട ക്രമീകരണങ്ങൾ പൂർത്തിയാക്കുന്നു. ആളുകൾക്ക് കടന്നു പോകുന്നതിനും ഇവിടേക്ക് വരുന്നതിനും വേണ്ടിയുള്ള ആ ഒരു സാഹചര്യവും കാര്യങ്ങളുമെല്ലാം തന്നെ സൃഷ്ടിക്കുകയാണ്. ഇപ്പോൾ അതിനുവേണ്ടിയുള്ള സിനിമാ പ്രവർത്തകർ തന്നെയാണ് ഇവിടേക്ക് വോളണ്ടിയേഴ്സ് ആവുന്നത്. അമ്മയുടെ അണിയറ പ്രവർത്തകരെല്ലാം ഇവിടേക്ക് എത്തിച്ചേരുന്നുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ നടൻ മമ്മൂട്ടി അടക്കമുള്ളവർ ഉദയംപേരിലെ വീട്ടിലെത്തി അന്തിമോപചാരം അർപ്പിച്ചിരുന്നു. ഏതായാലും മുതിർന്ന നടന്മാർ ഉൾപ്പെടെയുള്ളവർ ഇവിടേക്ക് വരും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. പലരും ഇതിനകം തന്നെ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. എന്തായാലും ഇതിന്റെ ഒരു ക്രമീകരണങ്ങളടക്കം എല്ലാം തന്നെ പൂർത്തിയായിരിക്കുന്നു. ഇനിയിപ്പോൾ ഇവിടേക്ക് കടന്നു വരുന്ന വിശിഷ്ട വ്യക്തികളുടെ തന്നെ ഒരു നീണ്ട നിര തന്നെയാകും ഇവിടെ ഉണ്ടാകുക. ഇവിടെ ടൗൺ ഹാളിലേക്ക് നിരവധി ആളുകൾ, നിരവധി ശ്രീനിവാസനെ ഇഷ്ടപ്പെടുന്ന, ശ്രീനിവാസൻ്റെ സിനിമകൾ കണ്ട് ശ്രീനിവാസനുമായി ചേർന്ന് നിന്ന അനവധി ആളുകൾ അങ്ങോട്ടേക്ക് എത്തുകയാണ്. ഇന്നൊരു 3 മണി വരെയാണ് ഇപ്പോൾ പൊതുദർശനം ക്രമീകരിച്ചിരിക്കുന്നത്. മലയാള ചലച്ചിത്ര മേഖല ഒന്നാകെ അങ്ങോട്ടേക്ക് ഒഴുകിയെത്തും എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം അത്രത്തോളം ശ്രീനിവാസനുമായി അടുത്ത് ഇടപഴകി അടുത്ത് നിന്നിരുന്ന ഒരു മേഖല തന്നെയാണ് മലയാള സിനിമാ ലോകം. അതനുസരിച്ചുള്ള ഒരു പ്രവാഹം അങ്ങോട്ടേക്കുണ്ടാകും എന്ന കാര്യത്തിൽ സംശയമില്ല. നടൻ മോഹൻലാൽ അടക്കമുള്ളവരെ ടൗൺ ഹാളിലേക്ക് പ്രതീക്ഷിക്കുന്നുണ്ട്. ഇപ്പോൾ ചലച്ചിത്ര പ്രവർത്തകർ അമ്മയുടെ നേതൃത്വത്തിൽ അവിടെ മറ്റ് ക്രമീകരണങ്ങൾ, പൊതുദർശനത്തിനും മറ്റുമുള്ള ക്രമീകരണങ്ങൾ ഇപ്പോൾ ഏർപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. മലയാള സിനിമയിലെ എണ്ണം പറഞ്ഞ, മലയാള സിനിമയിലെ അടയാളപ്പെടുത്തിയ അനവധി കഥാപാത്രങ്ങളിലൂടെ എന്നും മനസ്സിലുള്ള ശ്രീനിവാസൻ, അപ്രതീക്ഷിതമായുള്ള അദ്ദേഹത്തിൻ്റെ വിയോഗം അത് സിനിമാ മേഖലയെ ചെറുതായി ഒന്നുമല്ല ഞെട്ടിച്ചത്. ദീർഘകാലമായി അദ്ദേഹം അസുഖബാധിതനാണ് എങ്കിലും പല പബ്ലിക് ഫങ്ഷൻസിലും അദ്ദേഹം പങ്കെടുത്തിരുന്നു.
സംസാരിക്കാനൊക്കെ അല്പം പ്രയാസമുണ്ട് എങ്കിൽ പോലും അദ്ദേഹം പലപ്പോഴും ആ സമയത്തും ഹാസ്യാത്മകമായി തന്നെ സംസാരിച്ച് ഏറ്റവും നർമ്മബോധത്തോടു കൂടി ആളുകളെ സമീപിക്കുന്ന പശ്ചാത്തലമൊക്കെ നമ്മൾ കണ്ടിരുന്നു. പക്ഷേ ഇത്ര പെട്ടെന്ന് ഈ വിയോഗം സംഭവിച്ചോ എന്ന കാര്യത്തിൽ വല്ലാത്ത ഒരു സങ്കടത്തിലും വിഷമത്തിലും ഞെട്ടലിലുമാണ് സിനിമാ ലോകം എന്ന കാര്യത്തിൽ സംശയമില്ല. ഇത്ര പെട്ടെന്ന് ശ്രീനിവാസൻ കടന്നു പോകുമെന്ന് ആരും പ്രതീക്ഷിച്ചിരുന്നില്ല എന്നുള്ളത് തന്നെയാണ് അത്രത്തോളം സങ്കടകരമായ ഒരു കാര്യമായി മാറുന്നത്. നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ മലയാള സിനിമയിലെ ഒരുപാട് ആളുകൾ അങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. 3 മണി വരെയാണ് ഇവിടെ പൊതുദർശനമുണ്ടാവുക. മുഖ്യമന്ത്രി പിണറായി വിജയനും ഇങ്ങോട്ടേക്ക് എത്തും എന്നറിയിച്ചിട്ടുണ്ട്. അദ്ദേഹം കൊച്ചിയിലുണ്ട്. നടൻ ശ്രീനിവാസൻ്റെ ഭൗതിക ശരീരം ഇപ്പോഴുള്ളത് ഇവിടെ എറണാകുളം ടൗൺ ഹാളിലാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. നിരവധി ആളുകൾ അദ്ദേഹത്തെ അവസാനമായി ഒരു നോക്ക് കാണാൻ അങ്ങോട്ടേക്ക് എത്തുകയാണ്. ഡാനി ഇപ്പോൾ അവിടെ തുടരുന്നുണ്ട്. ഡാനി, നമുക്ക് മലയാള സിനിമയിലെ അമ്മയുടെയും മറ്റു പ്രതിനിധികളെ ദൃശ്യങ്ങളിൽ കാണാം. വലിയ ഒരു കൂട്ടം ആളുകളെ അങ്ങോട്ടേക്ക് പ്രതീക്ഷിക്കുന്നുമുണ്ട്. 3 മണി വരെയാണ് പൊതുദർശനം ഇവിടെ ഉണ്ടാവുക. മുഖ്യമന്ത്രി അടക്കം ഇവിടെ എത്തുമെന്ന് പ്രതീക്ഷിക്കാം, അല്ലേ? രഞ്ജിത്ത്, അതെ, മുഖ്യമന്ത്രി മുഖ്യമന്ത്രി നമ്മൾ മനസ്സിലാക്കുന്നതനുസരിച്ച് ഇപ്പോൾ ഗസ്റ്റ് ഹൗസിൽ നിന്ന് ഇവിടേക്ക് ഇറങ്ങിയിരിക്കുന്നു എന്നതാണ് ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു നിർദ്ദേശവും സന്ദേശവും. അതാണ് മുഖ്യമന്ത്രി ഗസ്റ്റ് ഹൗസിൽ നിന്ന് ഇറങ്ങിയിരിക്കുന്നു. ഏറിയാൽ ഒരു 5 മിനിറ്റിനകം തന്നെ ഇവിടേക്ക് നമുക്ക് അദ്ദേഹത്തെ പ്രതീക്ഷിക്കാം. ഏതായാലും അന്തിമോപചാരം അർപ്പിക്കാൻ ഇപ്പോഴേ തന്നെ ഒരു നിര രൂപപ്പെട്ടിരിക്കുന്നു എന്നതാണ്. നേരത്തെ തന്നെയും ആളുകൾ ഇവിടേക്ക് അന്വേഷിച്ച് എത്തിക്കൊണ്ടിരുന്നു. ടൗൺ ഹാളിലേക്ക്, നഗരഹൃദയത്തിൽ തന്നെയാണ് എറണാകുളം ടൗൺ ഹാളുള്ളത്. ഇവിടേക്ക് അദ്ദേഹത്തിൻ്റെ ചിത്രത്തിന് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ടുള്ള ഫ്ലെക്സ് ബോർഡുകൾ പ്രത്യക്ഷപ്പെട്ട സമയം മുതൽ തന്നെ ഈ കാര്യം അന്വേഷിച്ചുകൊണ്ട് ആളുകൾ എത്തിത്തുടങ്ങിയിരിക്കുന്നു. ഇപ്പോൾ തന്നെ ഒരു പുരുഷാരം രൂപപ്പെട്ടിരിക്കുന്നു എന്നതാണ്. ഇവിടേക്ക് പല പ്രമുഖ വ്യക്തിത്വങ്ങളും ഇവിടേക്ക് തന്നെയായിരിക്കും, എറണാകുളം ടൗൺ ഹാളിലേക്ക് തന്നെയായിരിക്കും അന്തിമോപചാരം അർപ്പിക്കാൻ വരിക. നാളെ 10 മണിക്ക് രാവിലെ 10 മണിക്ക് ഉദയംപേരൂർ കണ്ടനാടുള്ള വീട്ടുവളപ്പിലായിരിക്കും സംസ്കാര ചടങ്ങുകൾ നടക്കുക എന്നത് അറിയിച്ചിട്ടുണ്ട്. ഇവിടെ 3 മണി വരെയാണ് സമയം ക്രമീകരിച്ചിട്ടുള്ളത്. പക്ഷേ അത് നീണ്ടുപോകാനുള്ള ഒരു സാധ്യത വളരെ കൂടുതലാണ്. കാരണം ഇവിടെ വന്നവർ പൂർണ്ണമായും തന്നെ, കാരണം ഇതിന് ശേഷം വീട്ടിലേക്കാണ്
ഭൗതിക ശരീരം കൊണ്ടുപോകുന്നത്, വീട്ടിലേക്കാണ് പിന്നീട് കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ കുറച്ച് സമയം അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ടവർക്ക് അന്തിമോപചാരം അർപ്പിക്കുന്നതിന് വേണ്ടി, ആദരാഞ്ജലികൾ അർപ്പിക്കുന്നതിന് വേണ്ടി കുറച്ചുകൂടി സമയം ഇവിടെ നൽകാം എന്ന ഒരു വിലയിരുത്തലും കൂടി ഉണ്ട്. അങ്ങനെ സിനിമാ പ്രവർത്തകരും അത്തരം കാര്യങ്ങൾ തന്നെ കുടുംബത്തോടൊപ്പം ആശയവിനിമയം നടത്തിയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഒരു സമയക്ലിപ്തത ഒരുപക്ഷെ ഉണ്ടാകില്ല, കുറച്ചുകൂടി ഒരുപക്ഷെ 1 മണിക്കൂർ കൂടി അനുവദിക്കപ്പെട്ടേക്കാം എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് കൂടുതൽ ആളുകളെ ഇവിടേക്ക് ഉൾക്കൊള്ളാൻ, കൂടുതൽ ആളുകൾക്ക് കടന്നു പോകാൻ കഴിയുന്ന രീതി, അദ്ദേഹത്തിൻ്റെ പ്രണാമം അർപ്പിച്ചുകൊണ്ട് കടന്നു പോകാൻ കഴിയുന്ന രീതിയിലേക്കാണ് ക്രമീകരണങ്ങൾ ചെയ്തിരിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ മുഖ്യമന്ത്രി ഇവിടേക്ക് എത്തുമെന്നാണ് നമ്മൾ കരുതുന്നത്. മുഖ്യമന്ത്രിക്ക് വേണ്ടി ഇവിടേക്ക് ക്രമീകരണങ്ങൾ ഒരുക്കിയിരിക്കുന്നു. മുഖ്യമന്ത്രി വരുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. മുഖ്യമന്ത്രി എത്തിയിരിക്കുന്നു. രഞ്ജിത്ത്, പ്രിയപ്പെട്ട നടൻ ശ്രീനിവാസന് അന്തിമോപചാരം അർപ്പിക്കുന്നതിന് വേണ്ടി ഇവിടേക്ക് അദ്ദേഹം കടന്നു വരികയാണ്. നേരത്തെ അദ്ദേഹം ഗസ്റ്റ് ഹൗസിൽ പറഞ്ഞതുപോലെ, ഗസ്റ്റ് ഹൗസിലുള്ള അനുശോചന സന്ദേശത്തിൽ പറഞ്ഞതുപോലെ, എനിക്ക് വ്യക്തിപരമായ ഒരു നഷ്ടം കൂടിയാണ്